അത് നഷ്ടപ്പെടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവത്തിൽ വിശ്വാസക്കാരായിട്ടുള്ള ഇയ്യോബിനെ കാണാൻ സാധിക്കും. ഇയ്യോബിന്റെ മക്കളെയും ഇയ്യോബിന്റെ ബിസിനസ്സും ഇയ്യോബിന്റെ പശുക്കുട്ടിയും എല്ലാം ദൈവം എന്താ പറയാ ഒറ്റ നിമിഷം കൊണ്ട് എടുത്തോണ്ട് പോയി. എങ്കിലും ഇയ്യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ദൈവം അപ്പോഴും എന്താ പറയാ എനിക്ക് നല്ലത് എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷെ യോബിന്റെ ഭാര്യ ആണെങ്കില് കുറെ നേരം കഴിഞ്ഞപ്പം യോബിന് എന്താ പറയാ നിങ്ങൾ ചാരത്തിനാദ്യം പോയി ഇരിക്കാൻ ഒരുപാട് എന്താ വഴക്ക് പറയും. ആകെ യോബിന്റെ തല പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ദൈവത്തെ തള്ളി പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു യോബിന്റെ വൈഫ്. എങ്കിലും യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവന്റെ വിശ്വാസം ദൈവം കാണുകയും അവന് ഉണ്ടായിരുന്നതിലും 2 ഇരട്ടിയായി ദൈവം കൊടുക്കുകയും ചെയ്തത് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും അല്ലെ. അതുപോലെ തന്നെ നവോമിയും രൂത്തും ഓർപ്പയും അടങ്ങുന്ന രൂത്തിന്റെ പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. രൂത്തിനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെ. അതുപോലെ എസ്തേറിനും അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും അല്ലെ. ഇതുപോലെ ദൈവത്തിലെ വിശ്വാസം പ്രത്യാശം വെക്കുന്നവരെ ദൈവം കൈവിടത്തില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് തെളിവുകൾ അവശേഷിക്കുന്നുണ്ട്. നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്നുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. രൂത്തിനെ പോലെയും അതുപോലെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങള് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഉണ്ട്. ദൈവത്തിൽ